നമസ്കാരം. നിങ്ങളുടെ കുടുംബത്തിലെ മുറിയിലും മറ്റും ഭദ്ര ഭഗവതിയുടെ പ്രതീകമായി വാളും പീഠവും വെച്ച് ആരാധിക്കുന്നതിൻ്റെ പ്രാധാന്യം, അത് തുടരേണ്ട വിധം ഇവയാണ് പറയുന്നത്. നിങ്ങളുടെ കുടുംബത്തിനുള്ളിൽ തേവാരമുറി എന്ന് പറഞ്ഞ് പല കുടുംബങ്ങളിലും പണ്ടുണ്ടായിരുന്നു. ദേവ ആരാധനയ്ക്കുള്ള മുറി എന്നാണ് തേവാരം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. ഇന്നാണ് പൂജാമുറി എന്നുള്ള പേരൊക്കെ ഉണ്ടായി വന്നത്. പണ്ട് തേവാരപ്പുര അല്ലെ തേവാരമുറി എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഒന്നും പറയാതെയും പഴയ മോഡലിൽ പണിതീർത്തിരിക്കുന്ന വീടുകളിൽ ചില പ്രത്യേക സ്ഥാനത്ത് വരുന്ന മുറികളുണ്ട്. അവിടെ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാറില്ല. അവിടെയാണ് എല്ലാ ദിവസവും നിലവിളക്ക് കത്തിച്ച് പ്രാർത്ഥനകൾ നടത്തി പോന്നിരുന്നത്. അവിടെ തടി കൊണ്ട് പ്രത്യേകം കണക്കിൽ തീർത്ത നല്ലൊരു പീഠം വെക്കാറ് പതിവുണ്ട്. ആ പീഠത്തിൻ്റെ മുകളിൽ ചുമന്ന പട്ടു വിരിച്ച് പ്രത്യേക അളവിൽ തീർത്ത വാൾ സ്ഥാപിക്കുകയാണ് രീതി. വാളും പീഠവും ഇങ്ങനെ സ്ഥാപിക്കുന്നത് കുടുംബ ഭരദേവതയായ ഭദ്രകാളിയുടെ വച്ചാരാധനയുടെ ഭാഗമാണ്. ഒട്ടേറെ കുടുംബങ്ങളിൽ കുടുംബത്തിനകത്തുള്ള പ്രത്യേക മുറികളിൽ ഇപ്രകാരം നല്ല പീഠം വെച്ച് അതിന്മീതെ പട്ടുവിരിച്ച് വാള് വച്ചിട്ട് അതിൻ്റെ എല്ലാം മുമ്പിൽ 5 തിരിയിട്ട് നിലവിളക്ക് കൊളുത്തി ആരാധന നടത്തുകയാണ് പതിവ്. ചില കുടുംബങ്ങളിൽ വീടിന് പുറത്ത് കാവിൽ തറ കെട്ടി ആ തറയിൽ ഉയർത്തിക്കെട്ടിയ ശിലാപീഠത്തിൽ പട്ടുവിരിച്ച് അവിടെ വാള് വച്ച് അതിന് മുമ്പിൽ നിലവിളക്കിന്മേൽ ആരാധന നടത്താറ് പതിവുണ്ട്. അപ്പം വീടിനുള്ളിലെ തേവാര പുരയിലോ അല്ലെങ്കിൽ വീടിനുള്ളിൽ പ്രത്യേകം പരിപാലിക്കുന്ന മുറിയിലോ അല്ലെങ്കിൽ വീടിന് പുറമെയുള്ള കാവിലോ ഒക്കെ ഭദ്രകാളിയെ ആരാധിക്കുന്നതിന് വേണ്ടി വാളും പീഠവും വെച്ച് ഉപാസന നടത്താറുണ്ട്. അവിടെ നിത്യവും 5 തിരിയിട്ട് വിളക്ക് കൊളുത്തുന്നവരുണ്ട്. നിവേദ്യം നിത്യവും സമർപ്പിക്കുന്നവരുണ്ട്. കദളിപ്പഴം സമർപ്പിക്കും. ചിലര് ത്രിമധുരം വെക്കും. എന്നും പായസം ഉണ്ടാക്കി സമർപ്പിക്കുന്നവരുമുണ്ട്. അതൊക്കെ വളരെ കൂടിയ തലത്തിലുള്ള ആരാധനയാണ്. ഭദ്രകാളിയുടെ അഷ്ടോത്തര നാമാവലി നിത്യവും ചൊല്ലുന്നവരുണ്ട്. ഭദ്രകാളി സഹസ്രനാമം നിത്യവും ചൊല്ലുന്നവരുണ്ട്. ഭദ്രകാളിയുടെ മൂലമന്ത്രം അവിടെ ഇരുന്ന് പതിവായിട്ട് ചൊല്ലുന്നവരുണ്ട്. ആരാധനയുടെ തോത്, അതിൻ്റെ തീവ്രത ഓരോ വ്യക്തികൾ എങ്ങനെയാണോ ശീലിച്ചത് അതിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെയും സമ്പൂർണമായ പരിരക്ഷ, അതായത് പ്രൊട്ടക്ഷൻ, നിങ്ങൾക്ക് എല്ലാ ഉയർച്ചയും അഭിവൃദ്ധിയും, നിങ്ങളുടെ സന്തതി പരമ്പരയ്ക്ക് എല്ലാ രീതിയിലുമുള്ള നേട്ടങ്ങളും ഉണ്ടാകുന്നതിന് വേണ്ടി ചെയ്യുന്ന പ്രത്യേകമായ ഒരു പൂജാവിധാനമായി ഇതിനെ കണ്ട് കൃത്യമായിട്ട് അത് ചെയ്തു പോകണം. എല്ലാവരും കുടുംബത്തിൻ്റെ നന്മ ആഗ്രഹിക്കുന്നവരെല്ലാം ഇത് ചെയ്തു പോകണം. നിങ്ങൾ ഇതുവരെ ചെയ്തുകൊണ്ട് വന്നിരുന്നതിൽ എന്തെങ്കിലും സംശയങ്ങളോ ചിന്താക്കുഴപ്പങ്ങളോ അവ്യക്തതയോ ഉണ്ടെങ്കിൽ ഏറ്റവും ഫലപ്രദവും കൃത്യനിഷ്ഠയോടുകൂടിയതുമായ താമ്പൂല പ്രശ്നം ചിന്തിച്ച് ശരിയായ ഉത്തരങ്ങൾ കണ്ടെത്തി അതിൽ കാണുന്നതിനനുസരിച്ച് തുടർന്ന് ചെയ്യുക. നന്ദി, നമസ്കാരം.